അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം? സുഖമല്ലേ? എനിക്കും സുഖമാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ മാറ്റിയൊരുങ്ങിയെടുക്കുക പോകണമെന്ന് വെച്ചാൽ എന്നെ വയ്യേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ കാത്തിട്ട് അവിടെ വഴിയിൽ കുറേ നേരമായിട്ട് കാത്തിട്ട് അങ്ങനെ വേഗം വന്ന് വണ്ടിയിൽ കയറി ഞങ്ങളങ്ങനെ പോയി കേട്ടോ. അപ്പോൾ പോകേണ്ട കൊടുക്കുക വെച്ചാലൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നല്ല റോഡ് നോക്കിയിട്ട് വേണമല്ലോ പോവാൻ. പിന്നെ എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയുണ്ടാവും. ഇനിയും അറിയാത്തവർ വേണമെങ്കിൽ ഒന്ന് ഷോർട്സ് ഒന്ന് പോയി നോക്കി അതിൽ കാണട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം നോക്കിയും കണ്ടും ശ്രദ്ധിച്ചൊക്കെ വേണമല്ലോ പോകാൻ. കാരണം ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. അപ്പോൾ പിന്നെ നോക്കിയും കണ്ടും പോയില്ല എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ കുറേ ആയിട്ടാണ് ഈ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട്. കാരണം കുറേ ആയി പൂതി വെക്കുന്നു. എന്താ സംഭവിച്ചാൽ ഞാൻ ഗർഭിണിയാവണേൻ്റെ മുന്നേ പോയതാട്ടോ ഉണ്ണിയാൽ ബീച്ചിലേക്ക്. മറ്റേത് പറഞ്ഞാൽ ഇത് ആഴ്ചയിൽ ബീച്ചിൽ പോക്കേന്ന് കേട്ടോ. പണി തിരൂർ അങ്ങാടിയൊക്കെ ഇറങ്ങിയാലും വെറുതെ ഒന്ന് പോയിട്ടൊന്ന് കറങ്ങി വരും കേട്ടോ. ബീച്ചിൽ പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഇവിടുന്ന് വലിയ ലോങ് ഒന്നുമില്ല. എന്നാൽ അധികം ഞങ്ങളും പുറത്തൊക്കെ ഇറങ്ങിയാൽ ബീച്ചിലൊക്കെ കേട്ടോ പോവുക. കാരണം ഒരു ഞായറാഴ്ച ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ണിയാലെങ്കിൽ പോയി എന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അത് ഇന്ന അറിയുന്നവർ എപ്പോഴും എന്നെ പറഞ്ഞ് കളിയാക്കണ ഒരു സംഭവം അത്. കാരണം എനിക്ക് കടൽ കണ്ടാൽ പൂതി കിടൂല ചോദിച്ചിട്ടോ. പണ്ടേ അങ്ങനെയാണ്, ചെറിയ കുട്ടിയായത് മുതലേ അങ്ങനെ തന്നെ കേട്ടോ. പെരുന്നാളായാൽ ഞങ്ങൾക്ക് കടൽ കാണാൻ പോരാ. കല്യാണം കഴിച്ച് കൊടുന്നാൽ തിരുവർക്കും ഞങ്ങൾ ഇവിടുന്ന് കുറച്ചൊന്നും കടൽ കാണാൻ പോകും. അപ്പോൾ പിന്നെ അങ്ങനെ എന്താണ് എത്ര കടലുണ്ടായി കാണിച്ചെന്നാലും എനിക്ക് പൂതിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകണ വഴിക്ക് ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങനെ കേട്ടാണ് പോയത്. അങ്ങനെ പിന്നെ ഇങ്ങനെ പോയി കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഭയങ്കര പൊലിവുണ്ട്. കാരണം കുറേ കഴിഞ്ഞ് പോവില്ലേ. ഇപ്പോൾ പിന്നെ 6 മാസം ആയി. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പെരയിൽ തന്നെ കേട്ടോ. 4-5 മാസം അവിടെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ തിരൂർക്ക് വന്നിട്ട് ഇപ്പോൾ 1 മാസം ആവണുള്ളൂ കേട്ടോ. 5-ാം മാസത്തേക്ക് കടന്നതിന് ശേഷമാണ് ഞാൻ തിരൂർക്ക് വന്നത്. അങ്ങനെ അപ്പോൾ വന്നതിന് ശേഷം ഇതുവരെയായിട്ട് പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പെരയിൽ നിന്ന് ഇറങ്ങിയിട്ടാം അങ്ങനെ പോണ വഴിക്കേട്ടാണ് കണ്ടത്. ആ ഓട്ടോറിക്ഷൻ്റെ ബാക്കിൽ നിറച്ച് ഇങ്ങനെ വരിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര പൊലി കേട്ടോ. കാരണം പണ്ട് ഞങ്ങൾ കുട്ടികളിൽ നിന്നും അങ്ങനെയാണ് ഉമ്മാൻ്റെ കുടിക്കൊക്കെ പോകുമ്പോൾ, അതായത് വലിയമാനെ കാണാൻ പോകുമ്പോഴൊക്കെ ഓട്ടോറിക്ഷൻ്റെ ബാക്കിൽ കയറിയിരിക്കും. എന്നിട്ട് ബാക്കിൽ വരുന്ന വണ്ടികളെ എണ്ണ എടുക്കില്ല. എന്നിട്ട് ഞങ്ങൾക്ക് പണി. അങ്ങനെ പിന്നെ പറഞ്ഞ് എന്തായാലും ഉണ്ണിയാൽ ബീച്ച് എത്തിയിട്ട് അവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ എന്തെന്ന് അറിയാമല്ലോ, സ്വർഗ്ഗം കിട്ടിയ മാതിരി എന്നിട്ട്. കാരണം അത്രയ്ക്കും ആഗ്രഹം എന്നിട്ട് ഈ ഉണ്ണിയാൽ ബീച്ചിലേക്ക് വരാനും. പിന്നെ അങ്ങനെ വല്ലാതെ ദിവസം ഇല്ലല്ലോ. കാരണം ഇപ്പം എനിക്ക് 6-ാം മാസമായി, 7-ാം മാസത്തേക്ക് കിടക്കാനായി. പിന്നെ ഞാൻ പോയാൽ ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് 90 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ടൈം പിടിച്ചല്ലോ. അപ്പം ഞാൻ ലാലുവിനോട് പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും പാങ്ങക്ക് പോണതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നടത്തി തരുവേണ്ടി അറിഞ്ഞിട്ടാ. പിന്നെ എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഇങ്ങനെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്ത കാരണം എന്താ വെച്ചാൽ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. അമ്മോൻ്റെ മോളെ കല്യാണം മെയിനായിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ കാരണം അത് കേട്ടോ. കല്യാണമൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നതാട്ടോ. മറ്റേ എനിക്ക് തീരെ പറ്റൂലായിരുന്നു. ഈ 4-5 മാസം ഫുള്ള് ഛർദിയും ക്ഷീണവും സോക്കടൊക്കെ ആയിട്ടും നല്ല രീതിക്ക് പണി കിട്ടിയെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും 5-ാം മാസത്തിൽ കടന്ന് കുറച്ചൊക്കെ കൊണ്ടായപ്പോൾ ഛർദിയൊക്കെ ഒന്ന് അമർന്നതിന് ശേഷം ഞാൻ തിരൂർക്ക് പോന്നിക്കണം. മറ്റേത് പറഞ്ഞാൽ എനിക്ക് മണം പറ്റൂല, ചൂട് പറ്റൂല, ഒന്നും പറ്റൂല. തിന്നാനും വേണ്ട, കുടിച്ചാനും വേണ്ട. ഒരു പച്ചവെള്ളത്തിൽ അങ്ങനെ ജീവിതം എന്താ പറയുക, ജീവിതം ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയെന്ന്. പച്ചവെള്ളം ഉണ്ടായതുകൊണ്ട് ജീവൻ നിലനിർത്തി പോവുക അങ്ങനെയാണ് പറയുക. കാരണം എന്താ വെച്ചാൽ ഒരു മുതൽ തിന്നാൻ പറ്റുന്നില്ല. മണം ഒന്നും പറ്റില്ല കേട്ടോ. വെച്ചുണ്ടാക്കണ മണം പറ്റൂല, അടുക്കളയിൽ നിന്ന് ഇറച്ചിൻ്റെ മീൻ്റെ മണം പറ്റൂല. ഒക്കെ തിന്നാൻ പൂതിയുണ്ടാവും, പക്ഷെ തിന്നാൻ പറ്റൂല. തിന്നാലാണേലോ നന്നായിട്ട് പോയി ഛർദിക്കും. അങ്ങനെയൊക്കെ കൂടി ഒരു അവസ്ഥയിൽ 4-5 മാസം നല്ലോണം ഇടങ്ങാറായി. പിന്നെ ഇടങ്ങാറായാലും എന്താ, നമ്മളെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ആ ഒരു സമാധാനത്തിൽ അങ്ങനെ പോയി എന്നിട്ട്. അങ്ങനെ പിന്നെ 5-ാം മാസത്തിൽ കടന്നതിന് ശേഷം കുറേയൊക്കെ സമാധാനമായി. പിന്നെ കല്യാണമായി തുടങ്ങി. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് പോന്ന്. പെരുന്നാൾക്കൊക്കെ പിന്നെ ഞാൻ പാങ്ങത്തന്നെയായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാവും ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി പാങ്ങക്ക് പോകുന്നുണ്ടാവുക. അതൊന്നും ഉറപ്പായിട്ടില്ല. അപ്പം ഞാൻ ലാലുവിനോട് പറഞ്ഞിരുന്നു ഇനി ഏതായാലും ഇപ്പോൾ പോകാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, എനിക്ക് ഉണ്ണിയാൽ ബീച്ചിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉണ്ണിയാൽ ബീച്ച് കാണാൻ വേണ്ടി തൊയിരം കെടുത്തി പോകുന്നതായിട്ടാണ്. കാരണം പേടിയുണ്ടോ വെച്ചാൽ പേടിയുണ്ട്. പിന്നെ എന്തിനപ്പോൾ പേടിച്ചനും എന്താ പറയുക, നമുക്കുള്ളത് നമുക്ക് തന്നെ വരും ചെയ്യും. നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുണ്ട്, വേറെ ആരും അനുഭവിച്ചില്ലല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെന്താ വെച്ചാൽ നമ്മളെ ഇഷ്ടങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും നമ്മളല്ലാതെ വേറെ ആരും നമുക്ക് നടത്തി തരില്ല, നമുക്കാരും ചെയ്തു തരില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ ഉണ്ണിയാലൊക്കെ പോകുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വേറൊരു വണ്ടിക്കൊക്കെ പോരുകയാണെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ച് പോകാൻ പറഞ്ഞാലും ആ ഒരു ഇതിലാണ് പോകൂലേ. പിന്നെ നമുക്ക് ബസ്സിനൊക്കെ വരണം. ബസ്സിനായാലും കുത്തിക്കുലുക്കുണ്ടില്ല എന്നല്ല, നമ്മളെ വണ്ടിയാകുമ്പോൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ നോക്കിയും കണ്ടും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ
എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബൈക്കുമ്മെ പോയിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും പറഞ്ഞ് ഉണ്ണിയിലെങ്കിൽ എത്തിയിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ബൈക്കുമ്മെ പോകണം തന്നെ കേട്ടോ. കാരണം എനിക്കൊരു സുഖം തോന്നണം ഒന്നെങ്കിൽ ബൈക്കുമ്മെ പോകണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കി കണ്ടും നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ സൗകര്യം നോക്കിയിട്ട് പോക്കും വരവൊക്കെ കഴിച്ച് നമ്മൾ വേറൊരു വണ്ടിക്ക് പോകുമ്പോൾ എന്താ പറയുക ഓരോട് ഇങ്ങനെ അമ്പ് ചാടലി കൊണ്ട് ചാടലി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ കൊണ്ടുനടന്ന് നോക്കൂല എന്നല്ല, എന്നാലും നമുക്കൊരു ഒരു പ്രൈവസി കിട്ടണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴേ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ വണ്ടിമ്മേ തന്നെ പോന്നിട്ട് പിന്നെ ഇപ്പോൾ തിരൂരിൽ നിന്ന് ഞങ്ങൾ പെരയിൽ നിന്ന് ഇങ്ങോട്ട് കടയിലേക്ക് അത്ര വലിയ ലോങ് ഇല്ല, കുറച്ച് പോരാനുണ്ട്. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ പോകുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ഥിരം വരുന്ന ചായക്കടയ്ക്ക് വന്നിട്ട് ഞാൻ മെയിനായിട്ട് ഈ ഉണ്ണികൾക്ക് വരുന്ന ഈ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിച്ചാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ബീച്ച് കണ്ടിട്ടും എന്താ പറയുക ചായ കുടിച്ചുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ എന്താ പറയുക ലാലു ഇങ്ങനെ ചായയും കടിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ പിന്നെ സാധനമൊക്കെ വന്ന് അങ്ങനെ ലാലു ആദ്യം തീറ്റ തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ ആ സാധനങ്ങളൊന്നും വേണ്ട. എനിക്ക് ഇവിടുത്തെ സമൂസയും ഇങ്ങനെ ഈ ഒരു സോസ് ഉണ്ടല്ല ഈ സോസിൽ മുക്കി തിന്നാനാട്ടോ എനിക്കിഷ്ടം. അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്കുള്ള സമൂസയും കാര്യങ്ങളും ലാലു മാറ്റി വെച്ചിട്ടുണ്ട്. ലാലുവിൻ്റെ സമൂസയും സാധനങ്ങളൊക്കെ ലാലു തിന്നതിനിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ തിന്നൽ തുടങ്ങി. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം കേട്ടോ. കാരണം കടലിൽ കണ്ടിട്ട് ഇങ്ങനെ നല്ല ചൂട് ചായയും ചൂട് കടിയും ഒക്കെ ആ സോസിലൊക്കെ ഇങ്ങനെ മുക്കി തിന്നുമ്പോൾ എന്തോ വേറൊരു ലെവലാട്ടോ. ഞാൻ പിന്നെ എന്തെങ്കിലും മേപ്പോട്ട് നോക്കി അന്തം വിട്ട് ഇരിക്കണം എന്താ സംഭവിച്ചാൽ ഞങ്ങൾ ആദ്യം ഇരുന്നിരുന്ന സീറ്റ് വേറെ ആയിരുന്നു കേട്ടോ. അവിടെ ഇതേമാതിരി ഈ ഇതില്ലേ എന്താ നമ്മളെ ബദാമിൻ്റെ മരം അതുണ്ട് കേട്ടോ ഈ കടലോട് ചാരിയിട്ട്. അപ്പോൾ അതിന് ഇങ്ങനെ കാക്കച്ചികൾ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല സീറ്റ് കൊണ്ട് മാറി നിന്നു. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് തിന്നുമ്പോൾ ആ സീറ്റിൽ വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഇതിന്മേണേലോ കാക്കച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കാക്കച്ചിനെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സമൂസ. എന്നാലും പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല. പണ്ടൊക്കെ അതായത് 5-6 മാസം മുന്നേ ഞാൻ ഇവിടെ വന്നിരുന്നു നല്ല രസമുള്ള സമൂസ ചെയ്തിട്ട് നല്ല ചിക്കനൊക്കെ തോനെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു സോസ് ഉണ്ടായിരുന്നു ഒരു പച്ച കളറിൽ നമ്മൾ എന്താ മല്ലിച്ചപ്പും മുളകും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇട്ടിട്ട് നല്ല രസമുള്ളൊരു സോസ് ഇതിന് കൂടെ കിട്ടിയിരുന്നു. അത് ഉണ്ടാവിച്ചിട്ട് അത്രയും പൂതി വെച്ചിട്ട് ഈ സമൂസയും ചായയും കുടിച്ചാലാണ് ഇപ്പോൾ ഇടങ്ങാറായി ഉണ്ണിയാലുങ്ങൾക്ക് വന്നിട്ട് കേട്ടോ. എനിക്ക് ബീച്ച് കാണാനും എന്താ അങ്ങനെ വെള്ളത്തിലിറങ്ങി കളിച്ചാനൊന്നുമല്ല, എനിക്ക് ഇവിടുത്തെ ചായയും കടിയും തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നപ്പോഴാണേലോ സമൂസ പണ്ടത്തെ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ കടയിലത്തെ ആൾക്കാർ മാറിയിട്ടാണ് എനിക്കൊന്നും അറിയില്ല. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് തിന്നാൻ പറ്റും കേട്ടോ. കാരണം ഇതൊക്കെ ഫുള്ള് പെരയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അങ്ങനെ അതിലാണല്ലോ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളു കേട്ടോ കാര്യമായിട്ട്. പിന്നെ തക്കാളി സോസും പിന്നെ ഒരു മയോണൈസും. വലിയ ഇഷ്ടമായിട്ടില്ല എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ലാലു എനിക്ക് തണുത്തള്ളം കൊടുക്കുന്നുണ്ട്. ലാലു പിന്നെ പൈസ എടുക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാഴ്ചകളും കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണുമ്പോൾ എന്തോ മനസ്സിക്കൊരു പ്രത്യേക തരം ഒരു സുഖം കേട്ടോ. എന്താ അറിയില്ല കേട്ടോ. ഇവിടെ നിന്നൊക്കെ എത്ര വന്നാലും പൂതിയിടില്ല. പക്ഷേ ഈ ഒരു വരവിൽ സന്തോഷമുണ്ട് സങ്കടമുണ്ട്. കാരണം ഇനിയിപ്പോൾ കുറച്ച് കഴിയാതെ ഇപ്പോൾ ഒരു 6-7 മാസം കഴിയാതെ ഇനിയിപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അതൊക്കെ ആലോചിച്ചപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. പിന്നെ ഒരു സങ്കടപ്പെട്ടാലും നമുക്ക് അതിലും വലിയ സന്തോഷം വരാൻ കിടക്കില്ല. അത് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഒരു സന്തോഷം എന്താ പറയുക അങ്ങനെ. പിന്നെന്താ പിന്നെ ലാലുവിനോട് പറയുന്നുട്ടോ എനിക്ക് കടൽ കാണാൻ വരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ലാലു പറഞ്ഞു ഇൻഷാ അള്ളാ പോകണം മുന്നേ നമുക്ക് ഇനിയും വന്ന് കടൽ കാണിച്ചു തരുന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനപ്പെടുത്തട്ടെ. എനിക്ക് എങ്ങനെയാ വെച്ചാൽ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവേക്കാരം. പിന്നെ പെട്ടെന്ന് ആ മനസ്സൊക്കെ ഓരോന്നും ഇങ്ങോട്ട് കടന്നു വരും കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ലാലു ഇങ്ങനെ ചീത്ത അറിയട്ടെ വെച്ച് വേണ്ടാത്ത ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങോട്ടാണ് ഞാനൊക്കെ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നതെന്നൊക്കെ പറയട്ടെ. പക്ഷെ എന്താണാവും എനിക്ക് ഇങ്ങനെയൊക്കെ നല്ലപോലെ കളിച്ച് ചിരിച്ചാവും പെട്ടെന്ന് ഇങ്ങോട്ട് സങ്കടം വരും കേട്ടോ. എന്താണെന്ന് അതിന് കാരണം എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടും ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും. ഓരോ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയും ബേജാറൊക്കെ കേട്ടോ. എന്നാൽ പിന്നെ ധൈര്യം ഉണ്ടോ വെച്ചാൽ ധൈര്യം ഉണ്ടെന്ന്, പേടിയും ബേജാറും ഉണ്ടോ വെച്ചാൽ അങ്ങനെയുണ്ട് കേട്ടോ. കാരണം ഓരോരുത്തരുടെ ജീവിത കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതല്ലേ. ഓരോരുത്തർ അങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ അനുഭവിച്ച് ഇങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമല്ലോ. അങ്ങനെ അപ്പോൾ ലാലു എന്നോട് അറിയിച്ച് ധൈര്യമായിട്ട് ഇരിക്കുക ഞാൻ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ സമാധാനപ്പെടുത്തി. ഞാൻ പറഞ്ഞു നിങ്ങളുണ്ടായിട്ട് എന്താ കാര്യം, ഞാൻ അനുഭവിച്ചിട്ടുണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഈ ഉണ്ണിയാലുങ്ങൾക്ക് കൊടുത്തിരിക്കണം കേട്ടോ. അങ്ങനെ എന്നിട്ടും ഞാൻ ഇവിടെ വന്നിട്ടും എൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ.
പെരയിലിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എനിക്ക് തോന്നിച്ചിട്ടാണ് ലാഡു എന്നെ ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ 5-6 മാസമായിട്ട് പെരയിൽ തന്നെയല്ലേ, പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. പുറത്തേക്ക് ഇറങ്ങുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ, അത് കഴിഞ്ഞാൽ പെരയിൽ കയറുക, അങ്ങനെയല്ലേ. ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ പെരയിൽ നിന്ന് പുറത്തിറങ്ങണം ആകെ ഹോസ്പിറ്റലിൽ പോകേണ്ടി മാത്രം കേട്ടോ. എന്നാലും ഇപ്പോൾ തിരൂർക്ക് വന്നതിന് ശേഷം പിന്നെ ഇടക്കും നിൽക്കും അങ്ങാടിക്കൊക്കെ ഇങ്ങനെ ഇറങ്ങലുണ്ട് കേട്ടോ. മറ്റേ എൻ്റെ പെരയിലായി നിന്ന് എവിടേക്കും പോയില്ല, ഞങ്ങൾ ആ പെരൻ്റെ ഉള്ളിൽ അവിടെ തന്നെ ഇരുന്നിട്ടാ. അങ്ങനെ എൻ്റെ പെര ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ഒരാൾ മനുഷ്യനില്ലാത്ത സ്ഥലത്താണ് എൻ്റെ പെര. അവിടെ നിന്നാണല്ലോ പെരയിൽ നിന്ന് പുറത്തിറങ്ങില്ല. പിന്നെ ഓരോ മാസം കഴിയണം പുറം ലോകം കാണണമെങ്കിൽ. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ കല്യാണം തിരക്കും സർക്കാരും വിരുന്നൊക്കെ ആയിട്ട് അങ്ങനെ പുറം ലോകം ഇടക്കും തിരക്കൊക്കെ അങ്ങനെ കാണും. പക്ഷെ അങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് കറങ്ങാൻ വെച്ചിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാലു പറഞ്ഞ് എന്തായാലും ഉണ്ണിയാലിനെ കൊണ്ടുപോകുക പറഞ്ഞിട്ട് അങ്ങനെ എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുന്നേട്ടെ. ഞാനാണെങ്കിൽ ഇടക്കും തിരക്കും ഇങ്ങനെ പറയും ഉണ്ണിയാൽ കാണാൻ പൂതിയുണ്ട്, ഉണ്ണിയാൽ കാണാൻ പൂതിയുണ്ട് പറഞ്ഞിട്ട്. പിന്നെ ലാലുവിന് ആകെ ഒരു ഞായറാഴ്ചയല്ലേ ഒഴിവുള്ളൂ. അങ്ങനെ പിന്നെ ഈ ഞായറാഴ്ച രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഉണ്ണിയാലങ്ങക്ക് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ച് പോകുമ്പോൾ നമുക്ക് നെസ്റ്റോ പോവൊക്കെ, നെസ്റ്റോയിലും പോകാൻ പൂതിയുണ്ടായിരുന്നു കാരണം മറ്റേ നെസ്റ്റോയിലും ഉണ്ണിയാലങ്ങ എന്നൊക്കെ പറയുമ്പോൾ ആഴ്ചയിൽ വരുന്ന സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ കേട്ടോ. പിന്നെ എത്ര വള്ളത്തിൽ കൊണ്ടുപോയിട്ടാലും ഞാൻ അവിടെ കടന്ന് കളിച്ചോളൂ. അങ്ങനെ അപ്പോൾ ലാലു ഇന്നാ പറഞ്ഞ് ചീത്ത അറിയുന്നു കേട്ടോ. കാരണം കടലാണോ പൂതിയുണ്ട്, കടലിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പെരയിൽ നിന്ന് പോന്നിട്ടും ഇവിടെ എത്തിയപ്പോൾ അടുത്ത സങ്കടം എന്താണ്, ഇനി എനിക്ക് കടൽ കാണാൻ പറ്റൂലല്ലോ, ഇനി കുറേ കാലത്തിന് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ടുള്ള സങ്കടങ്ങളാട്ടോ എനിക്ക്. അങ്ങനെ വേണ്ടാത്ത ഓരോ ചിന്തകളും അങ്ങനെയൊക്കെ ഓരോന്നാണ്. ഇപ്പോൾ ലാലു എന്നോട് പറഞ്ഞു ഞാൻ എന്തിനാണ് പിന്നെ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്, എൻ്റെ ഒന്ന് മനസ്സ് മാറ്റാൻ വേണ്ടി കൊടുന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ചിന്തയും ആലോചനയൊക്കെ അത് തന്നെയാണ് വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും പള്ളർച്ച് ചായയും കടിയൊക്കെ തന്ന് പിന്നെ കുറച്ച് നേരം വള്ളത്തിലൊക്കെ ഒന്നിങ്ങനെ കളിച്ച്, ഈ വള്ളത്തിലിറങ്ങാൻ പറ്റിയില്ലല്ലോ വെച്ചിട്ടുള്ള ബേജാറിൽ ഞാനൊന്ന് വള്ളത്തിലിറങ്ങി കാലൊക്കെ കഴുകി കുറച്ച് നേരം ഇങ്ങനെ രണ്ടാളും വള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം പോകുന്നുണ്ട്. പോരുമ്പോഴാണേലോ ഇങ്ങനെ ഇറിട്ടായി തുടങ്ങിയിട്ട് ഒരു 6 മണി ഒക്കെ ഒരു ടൈം കിട്ടാം. അങ്ങനെ പക്ഷേ മഴക്കാറുണ്ട് വെച്ചാൽ ചെറുതായിട്ട് മഴക്കാറൊക്കെ ഉണ്ട്, പെയ്യോ വെച്ചിട്ട് ആ ഒരു ലെവലിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നു നല്ല ഇടിക്കും മഴക്കും സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ചെടി മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷമാണേലോ ഭയങ്കര ബ്ലോക്ക് ഇട്ടോ. പോകുമ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല, പിന്നെ വൈകുന്നേരമായിരുന്നു ഇപ്പോൾ സ്കൂൾ പൂട്ടൊക്കെ അല്ലേ. അങ്ങനെ അപ്പം എന്താ സംഭവിച്ചാൽ ഈ സൈഡിലൊക്കെ അങ്ങനെ കാറുകൾ നിർത്തിയിട്ടോ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകാൻ പറ്റുന്നില്ല, കാരണം ചെറിയ റോഡല്ലേ. അങ്ങനെ എന്തായാലും 3/4 മണിക്കൂറിനടുത്ത് അവിടെ നിന്ന് അങ്ങനെ 6:45 ആയിക്കണം കേട്ടോ ഉണ്ണിയാൽ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പോരാൻ, കാരണം അത്രയ്ക്കും ബ്ലോക്ക് ചെയ്ത്. പോകുമ്പോൾ അതേമാതിരി നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടിയെന്ന്, അതും ഇവിടെ നിന്നല്ല തിരൂരിൽ നിന്ന് കേട്ടോ ബ്ലോക്ക് കിട്ടിയെന്ന്. തിരിച്ച് പോരുമ്പോൾ ഉണ്ണിയാൽ ബീച്ചിൻ്റെ അവിടെ നിന്ന് ബ്ലോക്ക് കിട്ടി. അത് പിന്നെ പ്രതീക്ഷിച്ചതാണ്, കാരണം ഉണ്ണിയാൽ ബീച്ചിൻ്റെ അവിടുത്തെ റോഡ് പറയുന്നത് ചെറിയ റോഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വന്നാൽ പിന്നെ നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിലാണല്ലോ ഓരോ വണ്ടികൾ വില കടിച്ചിടും. അങ്ങനെ ഒക്കെ കൂടി അവിടുന്ന് കഴിച്ചിലായപ്പോഴേക്ക് നെസ്റ്റോയിലെത്തിയപ്പോൾ 7 മണി കറക്റ്റ് ആയിട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ വേഗം ഒന്ന് കറങ്ങി നടക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നെസ്റ്റോ വന്നിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ മേലൊക്കെ ആയിട്ടാ പോയത്. എന്നാൽ എന്താ വെച്ചാൽ മേലൊക്കെ കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങാമല്ലോ, മറ്റേ താഴത്ത് കണ്ടു വരുമ്പോഴേക്ക് ആകെ ക്ഷീണിച്ചു, പിന്നെ മേലൊക്കെ കയറുന്നു, പിന്നെ അങ്ങനെ പോകും. ഇനിയിപ്പോൾ അങ്ങോട്ട് വരില്ലേ എന്നൊന്നും അറിയില്ലല്ലോ, കാരണം ഞാൻ പാങ്ങ് പോകാനുള്ള ടൈമായി തുടങ്ങി. എനിക്ക് 6-ാം മാസം പകുതിയായി. 7ക്ക് കടന്നാലൊക്കെ നമ്മൾ പാങ്ങ് പോകുമല്ലോ, അതായത് നമ്മളെ സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമല്ലോ. അപ്പം ഞാൻ ആ ഒരു ടെൻഷനിലാട്ടെ, കാരണം ഇനി ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റൂലല്ലോ, എനിക്കിങ്ങനെ വരാൻ പറ്റൂലല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ നെസ്റ്റോയിൽ മേലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സിൻ്റെ ഭാഗത്ത് വന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉള്ള സമാധാനം മുഴുവൻ പോയി, കാരണം നല്ല രസമുള്ള ഡ്രസ്സുകളുണ്ട്, പക്ഷേ ആ ഡ്രസ്സുകളൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. ഷോർട്ട് ടോപ്പുകളൊക്കെ അടിപൊളി ഷോർട്ട് ടോപ്പുകൾ നല്ല വിലക്കുറവിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാൻ എന്നാലും പോയിട്ടൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് മുട്ടി തിരിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി എന്നിട്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇതേമാതിരി ഫുൾ ഇറക്കത്തിലുള്ള ഡ്രസ്സും ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ലാലുവിനെ കാണല്ലേ. അപ്പം എന്താ ലാലു ആണുങ്ങളെ ഭാഗത്ത് പോയിട്ട് ലാലു ഷർട്ടും കാര്യങ്ങളും നോക്കണം, എന്നെ കളിയാക്കിയിരുന്ന ആളാണ്. പിന്നെ ആ ആൾ അവിടെ പോയിട്ട് ആൾ ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നിട്ടാ. അപ്പോൾ അതിന് ഞാനും ഇങ്ങനെ കളിയാക്കിയിരുന്നിട്ട് നിങ്ങൾ ഇന്നിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ പോയി നിന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണം പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ആണല്ലോ, ഡ്രസ്സിൻ്റെ ഭാഗത്തൊക്കെ എത്തിയാൽ ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഒന്നിങ്ങനെ പോയി തൊട്ട് നോക്കി ഒന്ന് തലയൊടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ പിന്നെ കുട്ടികളെ ഡ്രസ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു തൊപ്പി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പൊലി കേട്ടോ, കാരണം പണ്ട് ചെറിയ കുട്ടിയിൽ നിന്ന് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു തൊപ്പി വെച്ചിട്ട്. അപ്പോൾ ആ തൊപ്പി കണ്ടപ്പോൾ ഞാൻ ആ തലയിൽ വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു താത്ത ഇങ്ങനെ ഇരിക്കണം കേട്ടോ, കുറച്ച് പ്രായമായ ആളാണ്. അപ്പോൾ ഞാൻ ആ തലയിൽ വെക്കണ കണ്ടപ്പോൾ ഇങ്ങനെ ചിരിച്ചു കേട്ടോ, അങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചതായിരുന്നു. അപ്പോൾ അതിനായിട്ട് അങ്ങനെ കമ്പനി ഇട്ടിട്ട് ഞാനും അതേമാതിരി തിരിച്ചും ചിരിച്ച് കൊടുത്തു. നമുക്ക് ചിരിച്ചാൽ നമ്മൾ തിരിച്ചും ചിരിച്ച് കൊടുക്കണമല്ലോ. അങ്ങനെ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ കുട്ടികളെ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പം എന്തോന്നാ പറയുക, എന്തോ ഒരു വലിയ എന്തോ സംഭവം നേടിയ മാതിരി കേട്ടോ. അങ്ങനെ വെച്ചാൽ എനിക്കിങ്ങനെ നമ്മൾ ആണുങ്ങളെ ഡ്രസ്സിൻ്റെ അവിടെ ആയാലും പെണ്ണുങ്ങളെ ഡ്രസ്സിൻ്റെ അവിടെ ആയാലും അത്ര വലിയ പൊലിവൊന്നും ഉണ്ടായില്ല. കാരണം ഡ്രസ്സ് എടുക്കില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെന്താ വെച്ചാൽ എന്താ പറയുക, അങ്ങനെ കണ്ടൊക്കെ വെച്ച് നോക്കുക, അങ്ങനെ വെറുതെ ഒന്ന് കണ്ണോടിച്ച് പോകുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പോകാൻ തോന്നില്ല കേട്ടോ. കാരണം കുട്ടികളെ ഡ്രസ്സും സാധനങ്ങളൊക്കെ കൂടി ഇങ്ങനെ കണ്ടിട്ട് എന്താ പറയുക, ആന കരിമ്പന്തോട്ടത്തിൽ കയറിയ മാതിരിയുള്ളൊരു അവസ്ഥ എന്നിട്ട് എൻ്റെത്. കാരണം ഏതെടുക്കണ്ട് ഏതാ നോക്കണ്ട് യാതൊരു പിടുത്തമില്ല. സാധനം എന്തായാലും എടുക്കണമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നല്ല രസമുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ കൂടി കണ്ടിട്ടേ എൻ്റെ കണ്ണാകെ മഞ്ഞളിച്ചിരിക്കണം കേട്ടോ. ഞാനങ്ങനെ ആൺകുട്ടികളത് കുറേ നോക്കി, പിന്നെ പെൺകുട്ടികളതാണെങ്കിൽ അതിലേറെ രസമുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടാൽ. അപ്പോൾ പിന്നെ ആൺകുട്ടികളത് പറഞ്ഞാൽ പിന്നെ ഒരു ഷർട്ടും ഒരു ടീഷർട്ട് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ പെൺകുട്ടികളെ ഡ്രസ്സ് അങ്ങനെയല്ലല്ലോ. പല മോഡൽ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ അതൊക്കെ വാരി വലിച്ചിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഞാൻ അവിടെ ഇങ്ങനെ കുറേ നേരം മുട്ടി തിരിഞ്ഞിങ്ങനെ നടന്നിട്ടാ. അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഉണ്ട് ലാലുണ്ട് ഈ ഒരു കുപ്പായം പാൻറ്റും നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ അങ്ങനെ അതിന് എന്താ പറയുക, ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാരണമാവും. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ട് സ്റ്റക്കായി. മറ്റ് ലാലുവിൻ്റെ പെണ്ണുങ്ങളെ ഡ്രസ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്നെ വലിച്ച് കൊണ്ടുവരുന്നു കേട്ടോ. കാരണം അവിടെ നിന്ന ലാലുവിന് പണി കിട്ടും വെച്ചിട്ട് അവിടെ നിന്നൊക്കെ എന്നെ വലിച്ച് കൊടുത്തിട്ട് ഇവിടെ എത്തിയപ്പോൾ ലാലും ഞാനും ഇവിടെ ഉണ്ട് സ്റ്റക്കായിട്ട്. ഞങ്ങൾ പിന്നെ രണ്ടാളും ഭയങ്കര തെരച്ചിൽ കേട്ടോ. ഞങ്ങളെ തെരച്ചിൽ കണ്ടാൽ തോന്നുന്നു ഞങ്ങളിപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കുന്നു. പക്ഷേ നമുക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. എന്നാലും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പൊലിവല്ലേ. കാരണം പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക തരം വികാരം തന്നെയാണല്ലോ അല്ലേ. പിന്നെ എന്താ വെച്ചാൽ ഏത് കുട്ടിയായാലും പൂർണ്ണ ആരോഗ്യത്തോടുള്ള കുട്ടീനെ പടച്ചോൻ തരട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പിന്നെ എന്തായാലും എനിക്കാണല്ലോ ഈ ഒരു ഉടുപ്പ് നല്ല ഇഷ്ടമായിട്ടോ. ഞാനാണല്ലോ അങ്ങോട്ട് തിരുമ്പോഴൊക്കെ ആ ഉടുപ്പൊന്നും ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ ആദ്യമൊന്നും എനിക്ക് അങ്ങനത്തെ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പള്ളയിലുണ്ടായതിന് ശേഷം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു എന്താണെന്ന് പറയുക, ഭയങ്കര എന്തോ ഒരു പൊലിവാട്ടോ. കാരണം പണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് മുന്നൊക്കെ നമുക്കുള്ള ഡ്രസ്സ് അങ്ങനെയൊക്കെ അല്ലേ നോക്കിയത്. ഇപ്പോൾ നമ്മളെ ഡ്രസ്സൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കുട്ടികളെ ഭാഗത്തുമ്പോൾ അവിടെ ഒന്ന് കയറിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഡ്രസ്സും കാര്യങ്ങളും മോഡലും കാര്യങ്ങളും നോക്കാതെ എങ്ങനെയാണ് എന്താണ് നോക്കുക. അതുപോലെ ഈ ആൺകുട്ടികൾ ഈ ഒരു ഷർട്ട് ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ഞാനിങ്ങനെ പറയുന്നത്, ആൺകുട്ടിയാണ് നമുക്ക് ഇങ്ങനത്തെ ഷർട്ട് എടുക്കുക, പെൺകുട്ടിയാണ് അങ്ങനത്തെ ഉടുപ്പ് എടുക്കാറുണ്ട് ഞാനിങ്ങനെ പറയുന്നത്. അത് ഇപ്പോഴത്തെ കാലത്തൊന്നും ഇട്ടെടുക്കാൻ പറ്റിയൊന്നുമല്ല കേട്ടോ. വലിയ സൈസ് ഇതാട്ടോ. അതായത് നമുക്കൊരു കുട്ടികൾ ഒന്നും കണ്ടും അതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സുകളാണ്. പക്ഷേ ആ മോഡൽ കണ്ടിട്ട് എനിക്കാണെങ്കിൽ അവിടെ വെക്കാനും തോന്നില്ല. ഇൻഷാ അള്ളാ നമ്മളെ എല്ലാതും റാഹത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നിങ്ങനെ നോക്കാൻ. പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് ഡ്രസ്സ് എടുക്കണേക്കാട്ട് രസമാണല്ലോ ഈ കുട്ടികളെ ഡ്രസ്സ് നോക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ രണ്ടാളും ആ ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ടും തിരഞ്ഞു നോക്കിയിട്ടും അങ്ങനെ കുറേ നേരം അവിടെ ആ ഡ്രസ്സിൻ്റെ അവിടെ നിന്നിട്ട്, അതായത് കുട്ടികളെ ഡ്രസ്സിൻ്റെ അവിടെ, ഞങ്ങൾ അവിടെ ഒന്നുമല്ല, ഞങ്ങൾ ആ ഡ്രസ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അവിടെ ഇന്നെ കൊണ്ട് വലിച്ചോട്ടിരുന്നിട്ട് അവിടെ ഒന്നും നിന്നിട്ട് കാര്യമില്ല. മോളെ പോരെ പറഞ്ഞിട്ട് വലിച്ച് കൊടുത്ത് കുട്ടികളെ ഭാഗമെത്തിയപ്പോൾ ലാലും ഞാനും അവിടെ സ്റ്റക്കായിട്ട് അവിടെ നിന്ന് പോന്നിട്ടാ കുറേ ടൈം പിടിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ കുറേയൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാതും നോക്കി. അങ്ങനെ കുട്ടികളെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ പിന്നെ നമ്മളവിടെ സ്റ്റക്കായി നിൽക്കില്ല. അതിനെല്ലാതും ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായതുകൊണ്ടാവും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പൊലിവും ഭയങ്കര എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക തരം ഒരു രസം തോന്നുന്നത്. പണ്ടൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. പണ്ടൊക്കെ നമ്മളിങ്ങനെ ആ ഭാഗത്തു കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോരാന്നല്ലാതെ ഡ്രസ്സും സാധനങ്ങളും നോക്കി കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം പിന്നെ എന്താണ് അതിനൊക്കെ ടൈമായി തുടങ്ങിയോണ്ടാവും അതിനോടൊക്കെ പ്രത്യേക തരം ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. കുറേ നേരം അവിടെ നിൽക്കണം കേട്ടോ ഡ്രസ്സുകൾ നോക്കിയിട്ട്. അങ്ങനെ പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പച്ചക്കറി എടുക്കാറ്. അപ്പോൾ ലാലു പറഞ്ഞേ എടുക്കണ്ട വെച്ച് കേടന്നാവും എടുക്കാറിട്ട്. ലാലുവിൻ്റെ തക്കാളിയിട്ട് ആ ഒരു സംഭവത്തിലുണ്ട് മരുന്ന് നടന്നിക്കണം. എന്നിട്ട് ഒന്നായിട്ട് നുള്ളി പെറുക്കി തക്കാളിയും സാധനങ്ങളും ഒക്കെ വേങ്ങി. പിന്നെ തൈര് ഞാനിങ്ങനെ വെറുതെ കുടിച്ചാൻ വേണ്ടിയിട്ട് വേങ്ങിയത് കേട്ടോ. അതായത് എനിക്ക് ഉള്ളിയിട്ട് തിന്നുന്നത് ഇഷ്ടമല്ല. ഉള്ളിയിട്ട് തിന്നതിന് ആകെ ബിരിയാണിക്ക് മാത്രം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ തൈര് വെറുതെ ഉപ്പിട്ട് കുടിച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ തൈര് ഒരു പാക്കറ്റ് വാങ്ങി. അങ്ങനെ ഞങ്ങളെ കൊട്ടയിട്ട് വേറൊരു ചങ്ങായി പോയിട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ ബില്ലടിച്ചാൻ വേണ്ടി കൊടുത്ത്. അങ്ങനെ പിന്നെ അടുത്ത മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇത് ബില്ലടിച്ചാൽ കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ നോക്കിക്കണല്ലോ. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ നിന്ന്. എനിക്കാണല്ലോ കുറേ ടൈം നിൽക്കാൻ വെച്ചു. ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഊരവേദന കാൽവേദന ഒക്കെ ഉള്ള കാരണം
അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് ടൈം അവിടെ നിന്നായാലും ഞങ്ങൾക്ക് ബില്ല് വേഗം അടിച്ച് കിട്ടിയിട്ട് അങ്ങനെ വലിയൊരു ബില്ലും വാങ്ങി ഞങ്ങൾ പിന്നെ അവിടുന്ന് എന്താ പറയുക പോന്നിട്ടാ. അങ്ങനെ സാധനങ്ങളൊക്കെ ലാലും പിടിച്ച് ബില്ല് ഞാനും പിടിച്ചിട്ടാണ്, കാരണം ബില്ലിന് കാര്യമില്ലല്ലോ. പിന്നെ കാണാൻ വലിയ ബില്ലാണേലും എന്തായാലും അങ്ങനെ ലാലു എന്നോട് പറഞ്ഞു ഇജാണ്ട് ഇറങ്ങിയിട്ടില്ല, ഇജ് ഇവിടെ നിന്നാണ്. അവിടെ ഒരു താത്ത ഇരിക്കുന്നുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു താത്താൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് കൊണ്ട് മേലേക്ക് വരാറുണ്ട്. കാരണം എന്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് താഴെയാണ്, റെസ്റ്റോറൻറ്റ് താഴത്തെ തട്ടില്ല കേട്ടോ വണ്ടി പാർക്കിങ്. അപ്പോൾ ലാലു ആ താഴത്ത് പോയി വണ്ടി എടുത്ത് തരാം, ഇറക്കത്തേക്ക് ഇറങ്ങണ്ടപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന്. അങ്ങനെ ഞാൻ ആ താത്താനായിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്ന്. അങ്ങനെ പിന്നെ എന്തായാലും ലാലു വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പോന്ന്. പിന്നെ തിരൂർ അങ്ങാടിക്ക് എത്തിയപ്പോഴാണേലും നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക രാത്രിയല്ലേ, പിന്നെ പ്രത്യേക തരം തിരക്കുണ്ടാവുമല്ലോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി മാർക്കറ്റും കൂടി കാണാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. മാർക്കറ്റിൽ പിന്നെ ഇടയ്ക്ക് തിരക്കൊക്കെ വരുന്നതാണ്, എന്നാലും ഇവിടെ എത്തിയാലൊരു പ്രത്യേക തരം ഒരു വലിവാട്ടെ എനിക്ക് ഈ മാർക്കറ്റിലേക്ക് പോകാൻ. അങ്ങനെ ലാലു പറഞ്ഞു ഇനി പെരയിൽ പോവാറ് കുറേ നേരമായി പറഞ്ഞിട്ട് 8 മണി ടൈം ആയിക്കണ്. അങ്ങനെ ഞങ്ങൾ പെരയിൽ നിന്ന് വൈകുന്നേരം അസർ നിസ്കരിച്ചതിന് ശേഷം കൊണ്ട് പെരയിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഉണ്ണിയാലിങ്ങ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നെസ്റ്റോ കാണാൻ പോകുന്നുണ്ടായിരുന്നിട്ട് നെസ്റ്റോ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഏതായാലും ഇറങ്ങില്ല, ഇനിയിപ്പോൾ ഒരാഴ്ചക്കൊക്കെ പെരയിൽ നിന്ന് പുറത്തിറങ്ങില്ല പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എൻ്റെ പൂതിയിൽ വെച്ചിട്ട് ലാലും മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കറക്കി കൊടുന്നു. അങ്ങനെ പെരയ്ക്ക് എത്തിയപ്പോൾ പിന്നെ മസാല ദോശ ഒന്നും പൂതിയിട്ട കുറേ ആയിട്ട് മസാല ദോശ ഒന്നും പൂതി. അങ്ങനെ ഇവിടെ കൂടിയാണെങ്കിലും രാത്രി മസാല ദോശ കിട്ടില്ല. പിന്നെ രാവിലെ പോകുമ്പോൾ അങ്ങനെ പോകില്ലല്ലോ, പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ നടക്കും. പക്ഷെ അപ്പോഴാണേലും നമ്മളിങ്ങനെ ആ ടെൻഷനല്ലേ, കാരണം ഡോക്ടർ എന്താ പറയുക എന്താ ഏതാന്നൊക്കെ. അപ്പോൾ നമ്മളെ പൂതി ആഗ്രഹങ്ങളൊക്കെ അവിടെ നിൽക്കും അങ്ങനെ. അപ്പോൾ പിന്നെ എന്തായാലും മസാല ദോശ കൊടുക്കില്ല ലാലുട്ട. അങ്ങനെ പിന്നെ ഇതാണല്ലോ മസാല ദോശ ഇവിടെ തിരൂരില്ല കേട്ടോ. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എവിടെയോ പോയിട്ട് കൊടുന്നു കേട്ടോ. കാരണം തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ പല ആൾക്കാരൊക്കെ വരുന്നില്ലേ. പിന്നെ ഈ രാത്രി ചിലർ ചായയും കടിയൊക്കെ കുടിച്ചിട്ടുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെ കേട്ടോ. പിന്നെ പൊറാട്ടയും സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അതൊന്നും അടക്കും മസാല ദോശ ഞാനേ കേട്ടോ പോയി. ആദ്യം തന്നെ മസാല ദോശ തിന്നില്ല, ഇഷ്ടമായിരുന്നില്ല കേട്ടോ. ഈ മസാല ദോശയുടെ ഈ പുളി, ഈ അപ്പത്തിൻ്റെ ഒരു പുളി ഉണ്ടാവുമല്ലോ, ആ പുളി അതൊക്കെ ഇഷ്ടമായിരുന്നില്ല. അതുപോലെ മസാല ദോശ തിന്നു എങ്ങനെയാ വെച്ചാൽ മസാല ഇല്ലാത്ത ദോശയും ഈ തക്കാളി ചട്നി ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ പറയാം തക്കാളി ചമ്മന്തി ഉണ്ടെങ്കിൽ മാത്രം മതിയായിരുന്നു, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പം എനിക്ക് മസാല ദോശ, സദ്യ അങ്ങനെയൊന്നും നമ്മളെ നാടൻ ഫുഡിനോട് കേട്ടോ ഭയങ്കര ഇഷ്ടം. മന്തി ബിരിയാണി അതിനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല, എന്നാലും മന്തി ബിരിയാണിയൊക്കെ എപ്പോഴാട്ടെ ഞാൻ തിന്നൽ തുടങ്ങി, അതായത് ഛർദിയൊക്കെ മാറിയതിൻ്റെ ശേഷം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞു കുറേ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് മസാല ദോശ കിട്ടിയിട്ടാ. കിട്ടിയ പൊലിവിൽ തന്നെ ഇതിങ്ങനെ വീഡിയോ എടുക്കണമെന്നുള്ളൂ, എനിക്ക് ക്ഷമയൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ തിന്നാൽ അത്രക്കും പൂതിയായി നിൽക്കുന്നു കേട്ടോ. അങ്ങനെ അതാണല്ലോ മസാല ദോശ തണുത്തും ചെയ്ത് നിൽക്കണം. തണുത്ത കാരണം വല്ല എന്തെന്ന് അറിയാം ഭയങ്കര ഉറപ്പിട്ടാ. മറ്റേ പറഞ്ഞാൽ ചൂടോടെ തന്നെ തിന്നുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ, കാരണം ഇതാണല്ലോ പിടിച്ച് വലിച്ചിട്ടും നുള്ളി പറിച്ചിട്ടൊന്നും കിട്ടണില്ല. അപ്പം ഭയങ്കര വെറും വലിച്ചും കൊണ്ട് പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ കൂടെ കിട്ടിയ 3 കറികളും കൂടി ഒഴിച്ച് തിന്നാൻ കേട്ടോ. അതായത് തക്കാളി ചമ്മന്തി, പിന്നെ ഒരു തേങ്ങ അരച്ചൊരു ചമ്മന്തി മാതിരി ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക സാമ്പാറും പിന്നെ മസാല ഒക്കെ കൂടി കൂട്ടി കഴിച്ചാൽ എല്ലാം പള്ളർച്ച് തിന്നിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ലീഗ് ജയിച്ചതിൻ്റെ പേരിൽ ലാലു എനിക്ക് പച്ചലഡ് കൊടുന്നു കേട്ടോ. ഇത് പിന്നെ ലാലു ഇങ്ങനെ ഞായറാഴ്ച തന്നെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, ലീഗ് ജയിച്ചാൽ പച്ചലഡ് കൊടുത്തു തരാൻ. അങ്ങനെ പച്ചലഡ് കൊടുത്തിരുന്നു. പിന്നെ അതൊക്കെ തിന്നതിന് ശേഷം കിടക്കാൻ വേണ്ടി വന്നപ്പോൾ പെരുഞ്ചാതി മഴ ഇടിയൊക്കെ കേട്ടോ. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് റൂമൊക്കെ ഒന്ന് തണുത്തോട്ടെ നിർത്തിയിട്ടിട്ട് അങ്ങനെ പിന്നെ നല്ല അസലായിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. കാരണം കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും മഴയൊക്കെ പെയ്തപ്പോൾ കുറേയൊക്കെ ഒരു സമാധാനമുണ്ട്. ഇടി ഇങ്ങനെ പൊട്ടുണ്ട്, ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ. ഇടിയും മഴയൊക്കെ ഇങ്ങനെ കണ്ട് കിടക്കുന്നു. നമ്മൾ ഈ വേനൽക്കാലത്ത് ഇടിയും മഴയൊക്കെ പെയ്യുമ്പോൾ എന്തോ വലിയ പൊലിവല്ലേ, എന്നാൽ മതിൽ ഞാനും ഇതൊക്കെ തുറന്നിട്ടിട്ട് അസലായിട്ട് എല്ലാ തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ തണുത്ത കാറ്റും മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കുന്നു കേട്ടോ. കാരണം തിന്ന ക്ഷീണം മാറ്റണമല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇപ്പോൾ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇടാൻ പറ്റുന്നില്ല, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ. വയ്ക്കണ മാതിരിയൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.